ഹലോ, നമ്മുടെ മഴതോരും മുൻപേ സീരിയലിൻ്റെ പുതിയ വിശേഷത്തിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ അലീനയുടെയും ബാലേന്ദ്രൻ്റെയും വൈജയുടെയും ഇനി വരാനിരിക്കുന്ന സീനെന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല കേട്ടോ. നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ സീനുകളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാളത്തെ വിശേഷം എന്ന് പറയുന്നത് അടിപൊളി ഒരു ത്രില്ലിങ് എപ്പിസോഡ് തന്നെ കേട്ടോ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. സൂപ്പറാട്ടോ, അത് കാണേണ്ട രംഗങ്ങളൊക്കെ തന്നെ. അപ്പോൾ നമുക്കതിന് മുന്നേ ഒരു ഇൻട്രോ ഒന്ന് കൈയിട്ട് വെച്ചാൽ ഒരു അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നതിന് മുന്നേ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കാണാൻ ശ്രമിക്കണം കേട്ടോ. കാര്യം വേറൊന്നുമല്ല, നിങ്ങളുടെ ലൈക്ക്, ഓരോരുത്തരുടെയും ലൈക്ക് കിട്ടുന്ന അനുസരിച്ചിട്ടാണ് നമ്മുടെ വീഡിയോ എൻഗേജ്ഡ് ആവുന്നത്. അപ്പോഴേ നമ്മുടെ വീഡിയോയ്ക്ക് കൂടുതലൊരു മൂവ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അധികം ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് വിശേഷത്തിലോട്ട് പോവാം. അങ്ങനെ അലീന എറണാകുളത്തേക്ക് നമ്മുടെ രേവതിക്കുട്ടിയുടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ബാലേന്ദ്രനെ വിളിച്ച് നമ്മുടെ രാജീവും നമ്മുടെ ശിവനും ഒക്കെ പറയുന്നത് അവരങ്ങോട്ട് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ തൻ്റെ പെങ്ങളുടെ ചില ബുദ്ധിമുട്ടുകളൊക്കെ അറിഞ്ഞു, കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതിനൊരു പരിഹാരം കാണാനായിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ബാലേന്ദ്രനെ ഒരു കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും രാവുണ്ണി അമ്മാവൻ്റെ മക്കളും ഒക്കെ ചേർന്ന് ഞങ്ങൾ ഇതിനൊരു തീരുമാനം എത്താനായിട്ട് നാളെ അങ്ങോട്ട് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ബാലേന്ദ്രൻ അലീനയും കൂടെ റൂമിൽ ഇരുന്നപ്പോഴത്തേക്കാണ് ഈ കോള് വരുന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ബാലേന്ദ്രൻ അതിനെന്താണ് നിങ്ങൾ വന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലേന്ദ്രൻ സംസാരിച്ചിട്ട് ഫോൺ വെക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന രംഗം എന്ന് പറയുന്നത് അലീനയ്ക്ക് ആകെ ടെൻഷൻ ആവുകയാണ്. എന്താവും ഏതാവും എന്നുള്ളതൊക്കെ എന്ന് വെച്ചാൽ ഇനി വീണ്ടും ഒരു പ്രശ്നം ഈ വീട്ടിൽ വീണ്ടും വരാൻ പോവാണ്. കാരണം അച്ഛൻ ഒറ്റയ്ക്ക് ഇവരെയൊക്കെ നേരിടേണ്ടി വരുമല്ലോ, അതോർത്തിട്ട് അങ്ങനെ പിറ്റേ ദിവസം ആവുകയാണ്. പക്ഷേ അലീന അറിയാണ്ട് രേവതിക്കുട്ടിയും ഗ്രേസമ്മയും മാമച്ചനും കൂടെ അലീനേനെ കൊണ്ടുപോകാനായിട്ട് ഇങ്ങോട്ടേക്ക് വരെയാണ്. അങ്ങനെ ബാലേന്ദ്രൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ വീട്ടിലെത്തുകയാണ്. അപ്പം വൈജയന്തി തൻ്റെ ആങ്ങളമാരായിരിക്കും എന്ന് കരുതിയിട്ട് ഓടി ചെന്ന് ഡോറ് തുറന്നപ്പോൾ കാണുന്നത് രേവതിക്കുട്ടിയും ഗ്രേസമ്മയും ഒക്കെയാണ്. അവർ വന്നപ്പോൾ തന്നെ വൈജയന്തിയുടെ മുഖം അങ്ങോട്ട് മാറി. എന്നുവെച്ചാൽ ഇതിൻ്റെ പുറകെ അടുത്ത ഈ കുരിശുകളും കൂടെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് എന്തിനാണ് എന്നുള്ള ഭാവത്തിലാണ് വൈജയന്തിയുടെ ഒരു ഇത്. അങ്ങനെ വന്ന പാടെ തന്നെ അവർക്ക് എത്രത്തോളം മോശം രീതിയിൽ അവരെ സ്വീകരിക്കാൻ പറ്റും ആ രീതിയിൽ വൈജി അങ്ങ് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ അലീന ഓടിച്ച് രേവതിക്കുട്ടിയെ കെട്ടിപ്പിടിച്ച് അവർ വിശേഷങ്ങളൊക്കെ പങ്കിട്ടു. അങ്ങനെ ഗ്രേസമ്മ പറഞ്ഞു, മോളെ നമുക്ക് ഇവിടെ നിന്ന് പോവാം എന്നൊക്കെ പറയുന്നുണ്ട്, നിന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ അലീന നിങ്ങളിരിക്കും, ഞാൻ ചായ എടുക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അവളെ സൽക്കാരം കണ്ടില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് രോഹിത്തും ബബിതയൊക്കെ അവിടെ ഉണ്ട്. കൃഷ്ണമോള് സ്കൂളിൽ പോവാണ്. അപ്പോൾ കൃഷ്ണമോൾക്ക് അന്നത്തെ ദിവസം നിൽക്കാൻ ബബിതയൊക്കെ പറയുന്നുണ്ട്. കാരണം അങ്കിളൊക്കെ വരികയാണല്ലോ, രണ്ട് അങ്കിളുമാരും കുറേ റിലേറ്റീവ്സൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു യുദ്ധം നടക്കുന്നത്, എനിക്ക് കാണാൻ യോഗ്യം ഉണ്ടാവില്ല, അതുകൊണ്ട് നീ ഇവിടെ നിൽക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മുടെ കൃഷ്ണമോള് പറഞ്ഞേ, ആരല്ല ഇനി പട്ടാളം വന്നിരുന്നാലും ശരി, അലീന ചേച്ചി ഇറക്കി വിടാനാണെങ്കിൽ നിങ്ങൾക്ക് അത് തെറ്റിപ്പോയി. ഇവിടെ അച്ഛൻ ഒറ്റ സ്റ്റേണിൽ നിൽപ്പുണ്ട്, അച്ഛൻ ഉള്ളിടത്തോളം കാലം ആ ഒരു പൂതി നിങ്ങൾ മനസ്സിൽ വെക്കണ്ട എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ച് അലീനയുടെ അടുത്ത് ടിഫിനൊക്കെ മേടിച്ച് ടാറ്റാ ബൈ ബൈ നമുക്ക് വൈകിട്ട് കാണാമെന്നൊക്കെ പറഞ്ഞാണ് കൃഷ്ണമോള് പോയത്. മറ്റവർ രണ്ടുപേരും ഇന്ന് കോളേജിൽ പോകാണ്ട് പറ്റി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗ്രേസമ്മ വന്നിട്ട് രേവതിക്കുട്ടി വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നിട്ട് നമ്മുടെ അലീന അച്ഛൻ്റെ അടുത്ത് ചെല്ലുകയാണ്, ബാലേന്ദ്രൻ്റെ അടുത്ത്. ഇങ്ങനെ ഗ്രേസമ്മ ആൻറ്റിയും നമ്മുടെ മാമച്ചനങ്ങളും അതുപോലെ രേവതിക്കുട്ടി എന്നെ കൊണ്ടുപോകാനായിട്ട് വന്നിട്ടുണ്ട് അച്ഛൻ, ഞാൻ പോയി 2 ദിവസം നിന്നിട്ട് വന്നോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, മോളെ നീ എന്തായാലും പോകണ്ട എന്നുള്ളതാണ് എൻ്റെ തീരുമാനമെന്ന് പറയുന്നുണ്ട്. അല്ലച്ചാ അവർ എന്നെ കൊണ്ടുപോകാനായിട്ടാണ് വന്നത്, അത് മാത്രവുമല്ല ഇനിയിപ്പോൾ ഞാൻ ഇവിടെ അവരെല്ലാവരും വരില്ലേ അച്ഛാ, അപ്പോൾ ഞാനിവിടെ നിൽക്കുന്ന ആ ഒരു ഇത് വളരെ ഒരു ഇതായിരിക്കുമല്ലോ, പ്രശ്നങ്ങൾ കുറച്ചും കൂടെ കൂടല്ലേ ഉള്ളൂ. അതെന്തോ ആയിക്കോട്ടെ, നിനക്ക് എന്നെ വിശ്വാസമില്ലേ, ഞാൻ നിൻ്റെ അച്ഛനല്ലേ, എൻ്റെ ഒരു സപ്പോർട്ട് നിനക്ക് കിട്ടിയാൽ പോരെ. അത് എന്നെ തോൽപ്പിച്ചിട്ട് നിനക്ക് ഇനി അവരുടെ കൂടെ പോകണം എന്നുണ്ടെങ്കിൽ നീ പൊക്കോളൂ. പക്ഷേ പിന്നെ നിനക്ക് തിരിച്ച് വരാം, നിൻ്റെ കുടുംബം, നിൻ്റെ കൂടപ്പിറപ്പുകൾ എല്ലാം നിനക്ക് പിന്നെ നഷ്ടമാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നീ കൂടുതലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നീ പോകണ്ട എന്നുള്ളതാണ്. എൻ്റെ അലീന സങ്കടത്തോടുകൂടി ഇറങ്ങിപ്പോണം. അപ്പം നിനക്ക് സങ്കടമായോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അച്ഛാ, അച്ഛന് വിഷമാവില്ലേ, അത് കുഴപ്പമില്ല, അതുമല്ല എൻ്റെ കുടുംബം ഇനി മുതൽ ഇതാണല്ലോ എന്നിങ്ങനെ അലീന പറയുന്നുണ്ട്.
അപ്പോൾ അത് കേട്ടപ്പോൾ അലീന അതൊക്കെ കേട്ടിട്ട് താഴെ പോവാണ്. താഴെ ചെന്നിട്ട് ഗ്രേസം ആൻറ്റീൻ്റെ അടുത്തൊക്കെ പറയുന്നുണ്ട്. അച്ഛൻ സമ്മതിക്കില്ല. അത് മാത്രമല്ല ഇന്ന് അവരൊക്കെ ഇവിടെ വരുന്ന സമയത്ത് ഞാൻ മാറി നിൽക്കുകയാണെങ്കിൽ അച്ഛൻ തോറ്റു പോകത്തില്ലേ അവരുടെ മുന്നിൽ. അപ്പോൾ അച്ഛൻ ഇത്രയും നാളും എന്നെ ചേർത്ത് പിടിച്ച് എനിക്ക് ഇത്രയും സപ്പോർട്ടും സ്നേഹവും ഒക്കെ തന്ന ആളല്ലേ. അച്ഛനെ ധിക്കരിച്ച് അച്ഛന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. ഇതിൽ നിന്ന് രേവതിക്കുട്ടിക്കും ഗ്രേസമ്മയ്ക്കും മാമച്ചനും ഒക്കെ മനസ്സിലായി ബാലേന്ദ്രൻ അത്രത്തോളം അലീനയുടെ കാര്യത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സും ആ ഒരു കഴിവും ഉണ്ടെന്ന്. കുറേ കഴിഞ്ഞപ്പോൾ വൈജയന്തി അപ്പോൾ ഇത് കേട്ടിട്ട് നിങ്ങൾ കൊണ്ടുപോകാനെന്ന് പറഞ്ഞ് വന്ന തീരുമാനം എന്തായാലും നന്നായി, എന്തായാലും അവളെ കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന പറഞ്ഞു ഞാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. പോകുന്നില്ലേ? അതെന്താണ് അവർക്ക് നിന്നെ കൊണ്ടുപോകാൻ താല്പര്യമാണെങ്കിൽ നീ പൊക്കോ. അപ്പോൾ അലീന പറഞ്ഞു ഞാൻ എന്തായാലും പോകുന്നില്ല, അച്ഛന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. നീ പോകണ്ടടി, നീ പോകണ്ട. ഇന്ന് എന്തായാലും എൻ്റെ ആങ്ങളമാരും കരയോഗംകാരും അതുപോലെ എൻ്റെ അമ്മാവൻ്റെ മക്കളെല്ലാവരും വരുന്നുണ്ട്, നിന്നെ ആട്ടി പുറത്താക്കൂടി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന പറഞ്ഞ് ആയിക്കോട്ടെ, ഇവിടെ എൻ്റെ അച്ഛനുണ്ടല്ലോ, എനിക്ക് അച്ഛൻ്റെ സപ്പോർട്ട് മതിയെന്ന് പറയുന്നുണ്ട്. നിനക്ക് സപ്പോർട്ട് അച്ഛൻ, അവളുടെ ഒരു അച്ഛൻ, ഏത് വകയിലാടി നിൻ്റെ അച്ഛൻ? അപ്പോൾ എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി ഒരു വശത്ത് കിടന്ന് ഇങ്ങനെ ചാടുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ രേവതിക്കുട്ടി അലീനയും കുറേ നേരം സങ്കടപ്പെടേണ്ട എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ വൈജയന്തി അവിടെ ചെന്നിട്ട് പറയുന്നുണ്ട്, ഒരു ചേട്ടത്തി അനിയത്തിയും വന്നേക്കുന്നു, അവിടെ സ്നേഹം കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് അവരെ പുറകുറുക്കണം. ആ സമയത്ത് രേവതിക്കുട്ടി പറഞ്ഞു, അതെ അലീന ചേച്ചി കേട്ടോണ്ടിരിക്കുമായിരിക്കും, പക്ഷെ ഞാൻ കേൾക്കില്ല. എനിക്ക് നിങ്ങളുടെ വായിരിക്കുന്ന കേൾക്കേണ്ട കാര്യം എനിക്കില്ല. നിങ്ങളുടെ ചിലവിലല്ല ഞാൻ കഴിയുന്നത്, ഞാൻ അന്തസ്സോടുകൂടെ തന്നെ കഴിയണേന്ന് പറഞ്ഞു. അപ്പോൾ ഗ്രേസമ്മ പറഞ്ഞു, എന്തായാലും ശരി, അലീനയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല, എന്തായാലും വന്ന് കണ്ടു, മോക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് വരാം. അവിടെ ആ വീട്ടിൽ ഞങ്ങൾ നല്ല അന്തസ്സും വേണ്ട പണവും സമ്പാദ്യവും ഒക്കെ ഉള്ളവർ തന്നെ, പക്ഷേ ഞങ്ങൾക്ക് മറ്റുള്ളവരുടെ അടുത്ത് എങ്ങനെ പെരുമാറണം എന്നൊക്കെ ഉള്ളത് നമുക്ക് അറിയാം എന്ന് പറയുന്നുണ്ട്. പണവും പദവിയൊക്കെ ഉണ്ടായിട്ട് കാര്യമില്ല, മറ്റുള്ളവരുടെ അടുത്ത് എങ്ങനെ പെരുമാറണം എന്നുള്ളതും കൂടെ ആദ്യം മനസ്സിലാക്കണം. എന്നെ ആരും അന്തസ്സ് പഠിപ്പിക്കേണ്ട, എൻ്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്നെ അന്തസ്സ് പഠിപ്പിക്കേണ്ട കാര്യം നിങ്ങൾക്ക് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ തർക്കിക്കാനൊന്നുമില്ല ചേച്ചി, ഞാനും ഗ്രേസമാൻ്റെയും മാമച്ചനും ഇറങ്ങുകയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ബാലേന്ദ്രൻ ബാൽക്കണിയിൽ വന്നിട്ട് പറയുന്നുണ്ട്, അതെ ഇത് എൻ്റെ വീടാണ്, എൻ്റെ വീട്ടിൽ ഞാൻ ദത്തെടുത്ത മകളാണ് അലീന, അവൾ ഇവിടെ നിൽക്കണോ വേണ്ടയോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കും, അല്ലാണ്ട് മറ്റുള്ളവരല്ല. വൈജയന്തിയുടെ വീടല്ല ഇത്, ഞാനാണ് ഈ വീട്, ഇത് എൻ്റെ സമ്പാദ്യത്തിലുണ്ടാക്കിയ വീടാണ്, ആരും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുതലല്ല, ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കി ഈ വീട്ടിലെ ചിലവും നടത്തുന്ന ആളാണ്. അപ്പോൾ ആരും ഇവിടെ നിൽക്കണ്ട എന്നൊക്കെ നോക്കേണ്ടത് എൻ്റെ കടമയാണ്, നിങ്ങളെന്തുകൊണ്ടും പേടിക്കേണ്ട, അലീന ഇവിടെ തന്നെ എൻ്റെ മകളായിട്ട് ഇവിടെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ രേവതിക്ക് ഒരു വല്ലാത്ത സന്തോഷമായി, കാരണം ഇത്രത്തോളം ബാലേന്ദ്രൻ അലീനയെ പ്രൊട്ടക്റ്റ് ചെയ്യണു എന്നുള്ളത് ഓർത്തിട്ട് വലിയ സന്തോഷം. അപ്പോൾ മാമച്ചനും ഗ്രേസമ്മയോട് പറയുന്നുണ്ട്, നമ്മൾ ഇത്രയും ബാലേന്ദ്രൻ ഇങ്ങനെ വന്ന് പറഞ്ഞിട്ട് പോയില്ലേ, ഇനി നമ്മൾ അത് ധിക്കരിച്ച് അലീനെ കൊണ്ടുപോകുന്നത് ശരിയല്ല എന്ന് പറയുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് വൈജയന്തിക്ക് ഭയങ്കര ദേഷ്യമാണ്. കാര്യം എന്ന് വെച്ചാൽ ഇവർ കയറി വന്നപ്പോൾ ഒരിച്ചിരി മൂച്ചാട്ടോടെ സംസാരിച്ചുവെങ്കിൽ പിന്നെ അവർ കൊണ്ടുപോകണമെന്ന് കേട്ടപ്പോൾ അവരോടൊരു ചായ വയ്ക്കായി. പക്ഷേ പിന്നെ അലീന പോണില്ല എന്ന് തീരുമാനം വന്നപ്പോൾ വീണ്ടും പ്ലേറ്റ് മാറണം വൈജയന്തിയുടെ. അങ്ങനെ കാര്യങ്ങളൊക്കെ ആ രീതിയിൽ നിൽക്കണം. അങ്ങനെ അവർ പോവാണ്, യാത്ര പറഞ്ഞ് പോയി. എന്നിട്ട് പിന്നെ ബാലേന്ദ്രൻ ഒരു നെക്കി പിടിച്ചുകൊണ്ട് വീണ്ടും ഒരു കോളിംഗ് ബെല്ല് അങ്ങ് അടിക്കുകയാണ്. ആ കോളിംഗ് ബെല്ല് ഇട്ടപ്പോൾ അലീന വീണ്ടും കയറിപ്പോയപ്പോൾ വൈജ പറഞ്ഞു, ചെല്ലടി ചെല്ല്, ഇന്നുകൊണ്ട് നിൻ്റെ ഈ പോക്ക് വരവിന് ഞാനൊരു തീരുമാനം അങ്ങ് ഉണ്ടാക്കി തരാടി, എൻ്റെ ആങ്ങളമാരും ബന്ധുക്കളും കരയോഗംകാരും ഒക്കെ ഇങ്ങനെ എത്തിക്കോട്ടെ എന്ന് പറയുന്നു. അതൊന്നും അലീന കേട്ട ഭാവം പോലും വെച്ചില്ല. അലീന കയറി നേരെ മേളിൽ ചെന്നിട്ട് ബാലേന്ദ്രൻ പറഞ്ഞു, അതെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, നിനക്ക് വിഷമമൊന്നും ആവണ്ട, ഞാൻ പറയുന്ന പോലെ ഇനി നീ കാര്യങ്ങൾ ചെയ്തോണം. കാര്യം എന്ന് വെച്ചാൽ ഇനി ഞാൻ പറയുന്നതിനപ്പുറം നീ ഒരു കാര്യവും തീരുമാനിക്കേണ്ട, ഓരോ കാര്യങ്ങളും ഞാൻ പറയുന്ന അനുസരിച്ച് വേണം മോളെ ചെയ്യേണ്ടത്, നിനക്ക് എന്നെ വിശ്വാസമില്ലേ, നീ പേടിക്കേണ്ട, നിൻ്റെ കൂടെ അച്ഛനുണ്ട്, എനിക്ക് അതും മതി അച്ഛാന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ കാണിക്കുന്നത് അലീന പിന്നെ താഴെ പോയിട്ട് നോക്കുമ്പോൾ കുറേ കാറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ട്, രാജീവുണ്ട്, പിന്നെ ശിവൻ ഉണ്ട്, പിന്നെ അവരുടെ കമലയുണ്ട്, പിന്നെ അവരുടെ രാവുണ്ണി അങ്കിളിൻ്റെ മക്കളും അവരെല്ലാവരും ഒരുവിധം, പിന്നെ കരയോഗക്കാർ, അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും വന്ന് കയറി തന്നെ വൈജയന്തി ഓടിച്ചെന്ന് ഡോറൊക്കെ തുറന്നു കിടക്കണം. അപ്പോൾ അലീന ഇത് കണ്ടുടനെ നേരെ മേളിൽ ചെന്നിട്ട് അച്ഛനോട് പറയുന്നുണ്ട്, ബാലേന്ദ്രനോട് പറയുകയാണ്, അച്ഛാ അവരൊക്കെ വന്നു എന്ന് തോന്നുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. മോക്കെന്തേ പേടിയാണോ എന്ന് ചോദിച്ചു. പേടിയൊന്നുമില്ല, ഇനി ഞാൻ പറയുന്ന പോലെ നീ കേൾക്കുക, നീ ഈ റൂമിൽ തന്നെ ഇരുന്നോണം, ഞാൻ വിളിച്ചല്ലാണ്ട് നീ വരരുത്, പിന്നെ നിനക്ക് സപ്പോർട്ടിന്
ഞാൻ മാത്രമേ ഉള്ളൂ, കൃഷ്ണമോൾ ഇവിടെ ഇല്ല, ബബിതയും രോഹിത്തും വൈജയുടെ സപ്പോർട്ടാണ്, നിനക്കറിയാലോ, അതുകൊണ്ട് ഞാൻ പറയുമ്പോഴല്ലാണ്ട് നീ താഴെ ഇറങ്ങി വരരുത് എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ കഥവ് കുറ്റിയിടിപ്പിച്ചിട്ട് താഴോട്ട് ചെല്ലണം. ചെന്നപ്പോൾ എല്ലാവരും കയറി അകത്തു വന്ന് വൈജയെ സൽക്കരിച്ചിരുത്തുന്നു. എൻ്റെ ഒരു വട്ടമേശ സമ്മേളനമുണ്ട്, എങ്ങനെ ഏത് രീതിയിൽ എറണാകുളത്ത് നിന്ന് അവർ വന്നിട്ട് കൊണ്ടുപോകാൻ നോക്കിയിട്ട് അലീന പോയിട്ടില്ല എന്നുള്ളതൊക്കെ വൈജ അപ്പോൾ റിപ്പോർട്ടുകൾ ആങ്ങളമാർക്ക് വിളിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം വളരെ ശക്തമായ രീതിയിൽ തന്നെ ബാലചന്ദ്രൻ നിൽക്കണു എന്നുള്ളത് വൈജയന്തി ആങ്ങളമാരുടെ അടുത്തും മറ്റുള്ളവരുടെ അടുത്തും പറയുന്നുണ്ട്. അപ്പോൾ അതിലെ കരയോഗക്കാരൻ പറയുന്നത് ഇതൊക്കെ ഇപ്പോഴും ഈ നാട്ടിലൊക്കെ ഇതൊക്കെ എന്താണ്, ഇതെന്നെ വെള്ളരിക്ക പട്ടണമാണോ? വൈജയന്തി നിനക്ക് ഒരു വേലക്കാരിയായിട്ട് വന്നവളെ ഈ വീട്ടിൽ ഈ രീതിയിൽ കാണിക്കുമ്പോൾ അടിച്ചിറക്കാൻ പാടില്ലേ? നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, ബാലേന്ദ്രൻ്റെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി എന്നൊക്കെ വൈജ പറയുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ ബാലേന്ദ്രൻ സ്റ്റെപ്പ് ഇറങ്ങി വരികയാണ്. അത് കണ്ടപ്പോഴത്തേക്ക് രാജീവും ശിവനും ഒക്കെ എല്ലാവരും ഉണ്ട്. അതിൻ്റെ ഇടയിൽ കമല കരയോഗക്കാരൻ്റെ അടുത്ത് പറയുന്നുണ്ട്, മകൾ എന്നൊരു സ്ഥാനം കൊടുത്തു, അപ്പോൾ എന്തും ആകാമല്ലോ ബാക്കിയുള്ളവരെ കണ്ണിൽ പൊടിയിടാനെന്നുള്ള രീതിയിൽ. കമല പിന്നെ എരിയിച്ചു കൊടുക്കാൻ മിടുക്കിയാണല്ലോ, പണ്ടേ പറയേണ്ട കാര്യവുമില്ലല്ലോ. അങ്ങനെ ബാലേന്ദ്രൻ എല്ലാവരും വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പം വൈജയന്തി ഒരു അഹങ്കാരത്തോടെ നോക്കുകയാണ്. എന്ന് വെച്ചാൽ ഇപ്പം തന്നെ എൻ്റെ ആങ്ങളമാരും കരയോഗക്കാരും എൻ്റെ അമ്മാവൻ്റെ മക്കളും എല്ലാവരും കൂടെ അങ്ങോട്ട് ബാലചന്ദ്രനെ എടുത്തിട്ട് അങ്ങോട്ട് മറിക്കും, അല്ലെങ്കിൽ എണ്ണയിലിട്ട് അങ്ങോട്ട് വറുക്കും എന്നുള്ള രീതിയിലാണ് വൈജയന്തിയുടെ നോട്ട്. എത്തിക്കഴിഞ്ഞ ഉടനെ തന്നെ എന്താണ് പ്രശ്നം, അപ്പോൾ എന്തായാലും ബന്ധുക്കളെല്ലാം വന്നേല്ലേ വൈജയന്തി, എന്താണെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടതൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവരെ പറഞ്ഞ് വിട്ടേക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ബാലേന്ദ്രൻ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നിങ്ങളുടെ സൽക്കാരം തിന്നിട്ട് പോകാനായിട്ട് വന്നതല്ല, ഇവിടുത്തെ പ്രശ്നത്തിനൊരു തീരുമാനം എടുക്കണമല്ലോ, ഇത് ഇങ്ങനെ പോയാൽ പറ്റില്ലല്ലോ, അങ്ങും ഇല്ല ഇങ്ങും ഇല്ലാത്ത കണക്ക് നിങ്ങളെ രണ്ടുപേരുടെയും ജീവിത രീതി ഇങ്ങനെ പോയാൽ പറ്റില്ലല്ലോ. 3 കുട്ടികളുണ്ട്, അവരുടെ ഭാവി, ഞങ്ങളുടെ പെങ്ങളുടെ ഭാവി ഞങ്ങൾക്ക് സംരക്ഷിക്കണമല്ലോ. ഞങ്ങൾ ആങ്ങളമാരായിട്ട് ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ പെങ്ങൾക്ക് ഇങ്ങനൊരവസ്ഥ വരുമ്പോൾ അത് ചോദിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ലല്ലോ ബാലേന്ദ്ര എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അപ്പോൾ എന്താണ് ഇവിടുത്തെ പ്രശ്നം? ഞാൻ നോക്കിയിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങളുടെ പെങ്ങളുടെ ഭാഗത്തേ ഉള്ളൂ കുറേ പ്രശ്നങ്ങൾ. അവിടെ അഹങ്കാരങ്ങളൊക്കെ ഒന്ന് നിലത്ത് നിന്നിട്ട് അഹങ്കാരവും ആ ചുണ്ടിയൊക്കെ ഒന്ന് കുറച്ച് ഒന്ന് നിലത്തങ്ങോട്ട് നിൽക്കാൻ പറ, അല്ലെങ്കിൽ അതെല്ലാം കൂടെ അങ്ങോട്ട് വല്ല കാടിവെള്ളത്തിൽ മുക്കിയിട്ട് വല്ല ആറ്റിലും കൂടെ അങ്ങോട്ട് ഒഴുക്കി കളയാൻ പറയാൻ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നമ്മുടെ ശിവേട്ടന് അങ്ങോട്ട് ഭയങ്കര ബ്രദറിന് ഒരു സങ്കടം എന്താണ് എന്ന് വെച്ചാൽ പെങ്ങളെ കുറ്റപ്പെടുത്തി പറയണത്. അപ്പം താൻ കാണിക്കുന്ന പ്രവൃത്തികളൊക്കെ നല്ലതാണ്, ഒരു വേലക്കാരിയായിട്ട് ഒരുത്തി വന്നിട്ട് അവളെ മോളായിട്ട് അംഗീകരിക്കുന്നു, പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് അംഗീകരിക്കുന്നു, ഇതൊക്കെ എന്തുവാണ്? ഒരു കുടുംബത്തിനൊക്കെ പറ്റിയ കാര്യങ്ങളാണോ ബാലേന്ദ്ര നിങ്ങൾ ചെയ്യുന്നത്? ഓരോരുത്തരായിട്ട് അവസാനം ക്രോസ് വിസ്താരങ്ങൾ അങ്ങ് തുടങ്ങുകയാണ്. പക്ഷേ മറുപടി ഓരോരുത്തർക്കുമായിട്ട് അങ്ങോട്ട് കൊടുക്കുകയാണ് ബാലേന്ദ്രൻ. കരയോഗക്കാരനാണെങ്കിലും ശരി, അമ്മാവൻ്റെ മക്കൾക്കാണെങ്കിലും ബാലേന്ദ്രൻ ഉപ്പയ്ക്ക് എന്താ പറയണത്, നമ്മൾ ഉരുളയ്ക്ക് ഉപ്പേരി എന്നൊക്കെ പറയാറില്ലേ, ആ ഒരു ഡയലോഗിൽ ബാലചന്ദ്രൻ നല്ല തകർത്തങ്ങോട്ട് ഡയലോഗുകൾ അങ്ങോട്ട് കൊടുക്കുകയാണ് കേട്ടോ. വാ പൊത്തിയിരിക്കുന്ന രീതിക്ക് ഡയലോഗുകൾ കൊടുക്കുകയാണ്. അപ്പം ഏകദേശം ഈ ഒരു രംഗത്തോടു കൂടെയൊക്കെയാണ് നാളത്തെ പ്രൊമോ വൈൻഡപ്പ് ആവണത്. പിന്നെ അതിൽ അവസാനം കാണിക്കുന്നത് ബാലേന്ദ്രൻ നല്ല രീതിക്ക് മറുപടി, വൈജയന്തി ഒന്നും ഇല്ലാത്ത കണക്ക് അങ്ങ് ആവുകയാണ്. കാരണം വൈജയന്തിയുടെ മൈൻഡിൽ എൻ്റെ ആങ്ങളമാരും ഇവരൊക്കെ എത്തിക്കഴിഞ്ഞാൽ അവരെയൊക്കെ വളച്ചോടിച്ച് ബാലേന്ദ്രൻ അങ്ങോട്ട് എടുത്ത് എറിയുക എന്നുള്ള മട്ടിലായിരുന്നു. എന്നിട്ട് അലീനേനെ പുറത്തെടുത്ത് കളയുമെന്ന ഭാവമായിരുന്നു. പക്ഷേ നേരെ ഓപ്പോസിറ്റാണ് നടന്നത്, കാര്യങ്ങളൊക്കെ കൈവിട്ട് പോണ മട്ടിൽ. എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ അലീനയുടെ സ്ഥാനം എന്താണെന്നും ആ വീട്ടിൽ അലീനയ്ക്കുള്ള പദവി എന്താണെന്നൊക്കെ ഇനി അറിയാൻ പോകുന്നതേ ഉള്ളൂ. വന്നവരൊക്കെ വാലും ചുരുട്ടി ഓടേണ്ടി പറഞ്ഞ അവസ്ഥയാണ് ഇനി വരുന്ന അടുത്ത പ്രൊമോയിലൊക്കെ ചെറുതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നാളെ വരുന്ന അടിപൊളി എപ്പിസോഡാണ്. നിങ്ങളെല്ലാവരും ഇൻട്രോ ഒക്കെ ഒന്ന് കണ്ട് അടിപൊളിയാക്കും. നമ്മുടെ മഴതൊരു മുൻപ് സീരിയലുണ്ടല്ലോ, എനിക്ക് പ്രൊമോ വരാൻ വേണ്ടി ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ്. കാരണം എന്നാണെന്നറിയാമോ, എന്ത് നടക്കും ഇനി എന്താകും. കാരണം എനിക്ക് ഈ ഒരു സീരിയലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒത്തിരി ഇഴക്കത്തില്ല കേട്ടോ. അവർ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആ സ്റ്റോറിയിൽ അവർ പറയേണ്ട ഒരുപാട് ഇങ്ങനെ നീട്ടി കൊണ്ടുപോകത്തൊന്നുമില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതൊരു ഫിലിം കാണുന്ന ഒരു ഫീലിങ്സാണ് എനിക്ക്. എന്തായാലും നമ്മുടെ മഴതോറും മുൻപേ സീരിയൽ നാളത്തെ പ്രൊമോ ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നമ്മുടെ കുഞ്ഞു പ്രൊമോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചൻ എന്ന ചാനലൊക്കെ ഒന്ന് സബ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ ലൈക്ക്, നിങ്ങളുടെ കമൻറ്റ്, ഒരു കമൻറ്റ് പോലും വരാറില്ല കേട്ടോ, സങ്കടമുണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ. എല്ലാവർക്കും ശുഭരാത്രി, ഗുഡ് നൈറ്റ്.